മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ഇതാ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഒറ്റ കുടുംബമായി നമ്മൾ മാറിയിരിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചും ഒരുമിച്ച് വചനം ശ്രമിച്ചും നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്താം. ചിലപ്പോഴെല്ലാം ചില അനുഭവങ്ങൾ, ചില ദർശനങ്ങൾ, ദൈവസ്വരങ്ങൾ, ദൈവവചനം വിശുദ്ധമായി ജീവിക്കാൻ നമ്മെ ചലിപ്പിക്കുകയാണ്. അപ്രകാരമുള്ളൊരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസമ്മ. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനപുത്രിയും സഹനപുത്രിയുമാണ്. വിശുദ്ധ അൽഫോൻസമ്മ തരുന്ന വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നുവെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസമ്മ. സഹനപുത്രിയായി ജീവിച്ച അന്നംകുട്ടി ചെറുപ്രായത്തിൽ തന്നെ വിശ്വാസത്തിലും വിശുദ്ധിയിലും അനുസ്യൂതം വളരുവാൻ അവൾക്ക് സാധിച്ചു. വിശുദ്ധ കൊച്ചു തെരേസയുടെ ജീവിതം അൽഫോൻസമ്മയെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിശുദ്ധയാകാനായിട്ടുള്ള ലക്ഷ്യം വെച്ച് തൻ്റെ സകല ആഗ്രഹങ്ങളും ത്യാഗങ്ങളും അതിനുവേണ്ടി കാഴ്ചവെച്ച് മുന്നേറിയവളാണ് വിശുദ്ധയായിരിക്കുന്ന അൽഫോൻസമ്മ. ലോകാരൂപിയെല്ലാം വിട്ടുപേക്ഷിക്കാനും ദൈവാരൂപിയിൽ നിലനിൽക്കാനായിട്ടുള്ള കൃപ പരിശുദ്ധാത്മാവാണ് അവൾക്ക് ഓരോ സമയങ്ങളിൽ നൽകിയത്. സന്യാസ സഭയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പലരും നിർബന്ധിച്ചു. കഠിനമായ വേദനയിൽ വിശുദ്ധ അൽഫോൻസമ്മ പറയുമായിരുന്നു, വേദനയുടെ കുരിശ് ചുമക്കുന്നത് എനിക്ക് പനിനീർപ്പൂവ് ചൂടുന്നത് പോലെയാണ്. സഹനം, വേദന, തിരസ്കരണം, പരിഹാസം ഇതെല്ലാം വിധിയല്ല നിധിയാണെന്ന് കരുതിയവളാണ് വിശുദ്ധ അൽഫോൻസമ്മ. നമുക്കറിയാം, ഒരിക്കൽ ചാവറയച്ചൻ പ്രത്യക്ഷപ്പെട്ട് രോഗപീഠകളിൽ നിന്ന് സൗഖ്യം കിട്ടിയവളാണ് വിശുദ്ധയായിരിക്കുന്ന അൽഫോൻസമ്മ. എങ്കിലും അൽഫോൻസമ്മയ്ക്ക് അറിയാമായിരുന്നു, മരണം വരെ വേദനയും സഹനവും എന്നെ പിന്തുടരുമെന്ന്. എന്നാൽ അവയെല്ലാം സഭയുടെ വളർച്ചയ്ക്കും ആത്മാക്കളുടെ നന്മയ്ക്കും വേണ്ടി അവൾ കാഴ്ചവെച്ചു. കാരണം യേശുവാണ് യഥാർത്ഥ നിധിയെന്നും യേശുവിനെ അവൾ കണ്ടുമുട്ടിയ ആ സമയം മുതൽ സകലതും ദൈവത്തിനായി സമർപ്പിച്ച് അവൾ ജീവിച്ചു. വിശുദ്ധന്മാരുടെ വീരോചിതമായ ത്യാഗോജ്വലമായ ജീവിതം വിശുദ്ധയുടെ സരണികളിൽ നമുക്ക് മാതൃകയായിരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വിശുദ്ധ അൽഫോൻസമ്മ നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്കും കടന്നു വന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.